ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മര്യാദയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്ക് സത്യം പറയാമെങ്കിൽ പറഞ്ഞു. നിനക്ക് ബോധമുണ്ടോ ഇല്ലയോ? ഞാൻ ശരിയാക്കും. കേറി പറഞ്ഞാലും ഇറങ്ങി നിക്കടി ഇവിടെ. ഇവരെന്തോ കാണിക്കുന്നത്? ദൈവമേ, പറ്റിച്ചല്ലോ. അവിടെ നിക്കടി അവിടെ. പറയാനല്ലേ പറഞ്ഞത്? പറയടി. എടി നിനക്കെന്താ വല്ല കുഴപ്പമുണ്ടോ? മോളെ പറയടി. അടിച്ചു കൊല്ലി ഞാൻ. പറയടി അങ്ങോട്ട്. അടിച്ചു കൊല്ലി. പറയടി. ബുദ്ധിയില്ലാത്ത കൊച്ചിനെ തല്ലുന്നു. മാറി സുകുമാരി, മാറാനാ പറഞ്ഞത്. എന്റെ കൊച്ചിനെ ഇവിടെ ഇട്ട് തല്ലി കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ നിന്നെ അങ്ങോട്ട് തല്ലി കൊന്നാലോ? അയ്യോ, എന്നെ അടിക്കരുതെന്ന്. ഇങ്ങോട്ട് കൊണ്ടോ. തടസ്സം പറയാൻ വന്നിരിക്കുന്നു. പറയടി. എടി പറയാ. എടി പറ. എടി സത്യം പറയടി. എടി പറയാ. പറയടി. അമ്മേ 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 അടിക്കരുതെന്നോ ഞാൻ പറഞ്ഞത്. പരമേശ്വര, നമ്മുടെ കുടുംബത്തിലൊരു ശാപം കയറി കൂടിയിട്ട് കാലം കുറയായി. ഇനി ഇത് വച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ രാത്രി ഇവളെ കൊണ്ട് എല്ലാ സത്യവും ഞാൻ പറയിപ്പിക്കും. എവിടെ നിന്നാ ഞാനിവളെ പിടികൂടിയെന്ന് അറിയോ? ബുദ്ധിയില്ലാത്തവളെന്ന് സുകുമാരി പറയുന്ന ഇവള് വരുണിന്റെ കിടപ്പറയില് വരുണിന്റെ ഒപ്പം കിടക്കാൻ പോയപ്പോഴാ. ഇവള് വരുണിന്റെ മുറിയിലല്ലേ ഉറങ്ങേണ്ടത്? ഇവള് വരുണിന്റെ ഭാര്യയല്ലേ? അതിന് നിങ്ങൾക്കെന്താ? അയ്യോ, എന്നെ അടിക്കരുത്. പറയടി, നിനക്ക് ബുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് കുഴപ്പമുണ്ടല്ലേ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. നിനക്ക് ഗർഭമുണ്ടെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു കള്ളം തന്നെയല്ലേ? നിനക്ക് ബുദ്ധിയില്ല എന്നും അഭിനയിക്കുന്നത്. അല്ല, എനിക്ക് ശരിക്കും ബുദ്ധിയില്ല. കള്ളം പറയുന്നോ? പറയടി സത്യം. പറയടി. കള്ളം പറയുന്നല്ലേ? അവരൊന്നും നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങില്ല. ഇത് ഞാനും നീയും നിന്റെ മുത്തശ്ശിയും കൂടിയുള്ള ഇടപാടാ. സത്യം പറയടി. നീ അഭിനയിക്കുന്നതല്ലേ? സത്യം പറയാ. പറയടി. പറയുന്നു. അടിക്കല്ലേ അവളെ?
അയ്യോ അടിക്കല്ലേ എന്റെ മോളെ സുകുമാരി മാറല്ലേ പറഞ്ഞത്. അയ്യോ ഈ കിടക്കുന്ന കിടപ്പിൽ അവൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കയ്യും കാലും ചവിട്ടി ഓടിച്ചേക്കടെ രണ്ടുപേരും കൂടി. പറയടി, അയ്യോ സത്യം പറയടി. വേണ്ട. എന്താടി അനുജത്തിക്ക് തല്ലുകൊള്ളുമ്പോ നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? നിനക്കെന്നെ തടയണമെന്ന് തോന്നുന്നുണ്ടോ? പറ പ്രിയങ്കെ, നിന്റെ ബോധത്തിന് വല്ല കുഴപ്പമുണ്ടോ? പറയടി. എഴുന്നേക്ക്, എഴുന്നേക്കടി. നിന്റെ മുത്തശ്ശി കിടക്കുന്ന കിടപ്പ് കണ്ടോ? എന്റെ പിള്ളേരോട് അവളെ കൊന്നുകളയാൻ പറഞ്ഞ ഇവിടെ ഈ നടുത്തളത്തിലിട്ട് കൊല്ലും അവളെ. പക്ഷേ നിന്നെ ഞാനായിരിക്കും കൊല്ലുക. ഇതെന്റെ കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമാടി. മര്യാദയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്ക് സത്യം പറയാമെങ്കിൽ പറഞ്ഞു. നിനക്ക് ബോധമുണ്ടോ ഇല്ലയോ? എനിക്ക് ഒന്നും ഓർമ്മയില്ലേ? ഓർമ്മയില്ലേടി? നിനക്കൊന്നും ഓർമ്മയില്ലേ? നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് ബോധമില്ലേ? പറഞ്ഞു, സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു. ഇനി നിനക്ക് ഓർമ്മ വരുന്നത് വരെ ഞാൻ തല്ലിക്കൊണ്ടിരിക്കും. അതിപ്പോ നേരം വെളുത്താലും ശരി. വേണ്ട ഒരു ദിവസം കടന്നു പോയാലും ശരി. പറയടി, എടി പറയാ. പറയടി, എടി പറയാ. അയ്യോ